So, very good morning to you all. So in the module 4, we had a small portion pending that is regarding the testing of cables and power transformers. So that we will be discussing today. So let us start with the testing of cables. So these are the various tests that are being performed on a cable. It starts with the visual inspection. Then there are mechanical tests like bending test, then dripping and drainage test, fire resistance test, corrosion tests, etc. Then loading cycle test, thermal duty test, then dielectric thermal resistance, dielectric power factor, life expectancy, power frequency withstand, impulse withstand, and partial discharge test. These are the major tests which are being carried out on power cables. Visual inspection and mechanical tests are not related to electrical, but remaining portions or all the remaining tests are concerned with electrical engineering, and it will be done at a high voltage laboratory. So let us start with the visual inspection. ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓരോ കേബിളിനും അതിൻ്റേതായിട്ടുള്ള ഡേറ്റ സ്പെസിഫിക്കേഷൻസ് കാണും, അതിൻ്റേതായിട്ടുള്ള ഡ്രോയിങ്സും ഉണ്ടായിരിക്കും. അതായത് ഒരു കേബിൾ എന്ന് പറയുന്നത് there will be a conductor, and surrounding that there will be an insulation, surrounding that there will be multiple levels of insulation actually in certain cases. Then it might be surrounded with, this insulation might be surrounded with the armoring. Then again it will be surrounded by a sheath and multiple levels of sheathing depending upon the application. So basically ഇവിടെ ചെയ്യുന്നത്, these inspections are carried out for checking for physical damage. അതായത് കേബിളിൻ്റെ ഏതെങ്കിലും ബെൻഡ് വരുന്ന പോർഷനിലോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ കണക്ഷൻസ് വരുന്ന സ്ഥലങ്ങളിലോ ബോൾട്ടഡ് കണക്ഷൻസ് വരുന്ന സ്ഥലങ്ങളിലോ മറ്റോ ഫിസിക്കൽ ഡാമേജസ് ഈതർ ടു ദി കണ്ടക്ടർ ഓർ ടു ദി ഇൻസുലേഷൻ ഉണ്ടോ എന്ന് വിഷ്വലി ചെക്ക് ചെയ്യുന്നതാണ് ഇവിടെ സംഭവിക്കുന്നത്. സോ അത് കൂടാതെ the bolted electrical connections are inspected for high resistance using one or more of the following methods. ഒന്ന്, ഒരു ലോ റെസിസ്റ്റൻസ് ഓമീറ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്യാം. രണ്ട്, ഈ ഇലക്ട്രിക്കൽ കണക്ഷൻസ് ഞാൻ പറഞ്ഞു, നമുക്ക് ബോൾട്ട് ചെയ്തുള്ള കണക്ഷൻസ് അല്ലെങ്കിൽ ക്രിമ്പ് ചെയ്തിട്ടുള്ള കണക്ഷൻസ് ഉണ്ടാകും. അപ്പോൾ ആ കണക്ഷൻസിൻ്റെ ടൈറ്റ്നെസ് നമുക്കൊരു കാലിബ്രേറ്റഡ് ടോർക്ക് റെഞ്ച് മെത്തേഡ് യൂസ് ചെയ്തിട്ട് മാനുഫാക്ചററുടെ പബ്ലിഷ്ഡ് ആയിട്ടുള്ള ഡേറ്റയുമായി കമ്പയർ ചെയ്ത് വെരിഫൈ ചെയ്യാം. മൂന്ന്, we can conduct a thermographic survey. Thermographic survey എന്ന് വെച്ചാൽ we can conduct a we can get a thermal image, or we can conduct the various temperature rise regions if there exist any. അപ്പോൾ ഇതെല്ലാം വിഷ്വൽ ഇൻസ്പെക്ഷനിൽ വരുന്ന കാര്യങ്ങളാണ്. ഇനി ചില കേസസിൽ ഞാൻ പറഞ്ഞു ബോൾട്ടഡ് കണക്ടേഴ്സ് വരാം, ചില കേസസിൽ ക്രിംഡ് കണക്ടേഴ്സ് വരാം. അപ്പോൾ കണക്ടേഴ്സിലുള്ള അപ്ലൈഡ് ആയിട്ടുള്ള കണക്ടേഴ്സിലുള്ള കംപ്രഷൻ പ്രോപ്പർ ആണോ എന്നുള്ളതും മറ്റും എല്ലാം ചെക്ക് ചെയ്യുന്നത് ഈ വിഷ്വൽ ഇൻസ്പെക്ഷൻ മെത്തേഡിലാണ്. ഇനി കേബിളുകൾ വെറുതെ എന്താണ് കണക്ട് ചെയ്ത് ടെർമിനേഷൻസിൽ ഇലക്ട്രിക്കൽ കണക്ഷൻസ് മാത്രമല്ല വരുന്നത്. കേബിൾസ് ഹാവ് സപ്പോർട്ട്സ്, they have grounding. അതിൻ്റെ കേബിളിൻ്റെ ഔട്ടർ ഷീത്ത് അല്ലെങ്കിൽ ഔട്ടർ ഷീൽഡ് എന്ന് പറയുന്നത് it has to be grounded at certain points, mostly at both ends. And അപ്പോൾ അത് എല്ലാം പ്രോപ്പർ ആണോ എന്നുള്ള ഇൻസ്പെക്ഷൻ നമ്മൾ വിഷ്വൽ ഇൻസ്പെക്ഷനിൽ നടത്താറുണ്ട്. ദെൻ ഫയർ പ്രൂഫിംഗ് ഓപ്ഷണൽ ആണെങ്കിൽ കൂടി ഫയർ പ്രൂഫിങ്ങിന് വേണ്ടിയിട്ടുള്ള അഡിക്വേറ്റ് ആയിട്ടുള്ള പ്രൊവിഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ. അതുപോലെ തന്നെ ബെൻഡിങ് ഓഫ് ദ കേബിൾസ്, അത് മാനുഫാക്ചറർ ഒരു മിനിമം ബെൻഡിങ് റേഡിയസ് സ്പെസിഫൈ ചെയ്തിരിക്കും. അതിനെക്കാട്ടിയും താഴ്ന്ന റേഡിയസിൽ നമുക്ക് ബെൻഡ് ചെയ്യാൻ പാടില്ല, ബിക്കോസ് ഇറ്റ് വിൽ റിസൾട്ട് ഇൻ ഇന്റേണൽ ഡാമേജ് ഫോർ ദ കേബിൾ. അപ്പോൾ ഈ ബെൻഡിങ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബെൻഡിങ് റേഡിയസ് എന്ന് പറയുന്നത് മാനുഫാക്ചർ സ്പെസിഫൈ ചെയ്തേക്കുന്ന മിനിമം റേഡിയസിനെക്കാട്ടിലും കൂടുതലാണോ
അല്ലെങ്കിൽ കുറവല്ലാതെ ആണോ ബെൻഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതെല്ലാം കൃത്യമായി, അത് മിനിമം റേഡിയസിനെക്കാട്ടിയും താഴെ വരാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് വിഷ്വൽ ഇൻസ്പെക്ഷനിൽ നോക്കുന്നത്. ഇനി ബെൻഡിങ് ടെസ്റ്റ് എന്ന് സെപ്പറേറ്റ് ആയിട്ടൊരു ടെസ്റ്റ് തന്നെയുണ്ട്. ബെൻഡിങ് ടെസ്റ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ബെൻഡിങ് നടന്നതിന് ശേഷം, അപ്പോൾ മാനുഫാക്ചറർ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന മിനിമം റേഡിയസിൽ ബെൻഡ് ചെയ്തതിന് ശേഷവും കേബിൾ പ്രോപ്പറായി ഫങ്ഷൻ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബെൻഡിങ് ടെസ്റ്റ് നടത്തുന്നത്. അപ്പോൾ ബിഫോർ കണ്ടക്ടിങ് ബെൻഡിങ് ടെസ്റ്റ് നമ്മൾ ഇനി പറയാൻ പോകുന്ന കുറേ വോൾട്ടേജ് ടെസ്റ്റുകളുണ്ട്. അതെല്ലാം കണ്ടക്ട് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ ബെൻഡിങ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്പെസിഫൈഡ് ആയിട്ടുള്ള ഡയമീറ്ററിൽ, മാനുഫാക്ചർ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ഒരു ഡയമീറ്ററിൽ ഉള്ള ഒരു സിലിണ്ടറിൽ ഒരു കംപ്ലീറ്റ് ടേൺ ചുറ്റി വയ്ക്കും. ഇനി ഇത് വെറുതെ ചുറ്റി വയ്ക്കത്തില്ല, ചുറ്റി വച്ചിട്ട് അഗെയിൻ വോൾട്ടേജസ് വിൽ ബി അപ്ലൈഡ്. ദെൻ ആഫ്റ്റർ ദാറ്റ് എന്തുവാണ്, ഫെയിലിയർ ഒന്നും വന്നിട്ടില്ല എന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ കേബിൾ അൺവൗണ്ട് ചെയ്തിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വൈൻഡ് ചെയ്യും. ആൻഡ് അഗെയിൻ വോൾട്ടേജസ് വിൽ ബി അപ്ലൈഡ്. സോ ഇങ്ങനെ തിരിച്ചും മറിച്ചും 3 തവണ കേബിൾ വൈൻഡ് ചെയ്യും, അൺവൗണ്ട് ചെയ്യും, റീവൗണ്ട് ചെയ്യും, അൺവൗണ്ട് ചെയ്യും, റീവൗണ്ട് ചെയ്യും. അങ്ങനെ 3 തവണ ഈ സൈക്കിൾ റിപ്പീറ്റ് ചെയ്യും. ആൻഡ് ഇഫ് ദി കേബിൾ ഈസ് വിത്ത്സ്റ്റാൻഡിങ് its nominal its rated voltage levels, even after all these bendings, we can say that the cable has passed the bending test. So even though the bending test എന്ന് പറയുന്നത് മെക്കാനിക്കൽ ടെസ്റ്റിൽ വരുന്നതാണെങ്കിലും അതൊരു എന്താണ്, ഇലക്ട്രിക്കൽ പ്ലസ് മെക്കാനിക്കൽ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ടെസ്റ്റാണ്. So now we are going for electrical tests. ഇലക്ട്രിക്കൽ ടെസ്റ്റുകളിലേക്ക് പോകുന്നതിന് മുൻപായിട്ട്, ഫോർ കണ്ടക്ടിങ് ദി ടെസ്റ്റ് ഓൺ കേബിൾസ്, ഫസ്റ്റ് ദി കേബിൾ സാമ്പിൾ ഹാസ് ടു ബി പ്രിപ്പയർഡ്. കേബിൾ സാമ്പിൾസ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ളതിനെ കുറിച്ചാണ് ഈ സ്ലൈഡ് പറയുന്നത്. ഓവർ വോൾട്ടേജ് ആൻഡ് വിത്ത്സ്റ്റാൻഡ് ടെസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം കേബിൾസ് ഹാസ് ടു ബി കെയർഫുള്ളി പ്രിപ്പയർഡ് ആൻഡ് ടെർമിനേറ്റഡ്. വേറൊന്നും കൊണ്ടല്ല, ടെർമിനേഷൻ പ്രോപ്പർ അല്ല എങ്കിൽ, ഏതെങ്കിലും സൈഡിൽ കൂടി ലീക്കേജോ മറ്റോ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് മേ റിസൾട്ട് ഇൻ ദ ഫെയിലിയർ ഓഫ് ദ ടെസ്റ്റ്. അപ്പോൾ അതിന് കാരണമെന്ന് പറയുന്നത് നമ്മൾ കേബിൾ പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യാത്തത് കൊണ്ടാകാം, പക്ഷേ കേബിളിൻ്റെ ഇൻഹറൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയുടെ ഇഷ്യൂ കാരണമായിരിക്കണം എന്നില്ല. സോ അതുകൊണ്ട് ഒരു കേബിൾ സാമ്പിൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇറ്റ് ഹാസ് ടു ബി കെയർഫുള്ളി പ്രിപ്പയർഡ് ആൻഡ് ഇറ്റ് ഹാസ് ടു ബി പ്രോപ്പർലി ടെർമിനേറ്റഡ്. പ്രോപ്പർലി ടെർമിനേറ്റഡ് എന്ന് വെച്ചാൽ കേബിളിൻ്റെ അറ്റത്ത് വെറുതെ തിരിച്ചു വെച്ചാൽ പോരാ, അതിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു കണക്ടർ ലഗ് ഘടിപ്പിച്ച്, അത് ബോൾട്ടഡ് കണക്ഷൻ ആണെങ്കിൽ ബോൾട്ടഡ് കണക്ഷൻ ആയിരിക്കണം, അല്ല ക്രിംഡ് കണക്ഷൻ ആണെങ്കിൽ ക്രിംഡ് കണക്ഷൻ, ആ രീതിയിൽ ചെയ്ത് പ്രോപ്പർലി ടെർമിനേറ്റ് ചെയ്തേക്കുന്ന, അതായത് നമുക്ക് വോൾട്ടേജ് അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്കൊരു ടെർമിനൽ ആവശ്യമാണ്. ആ ടെർമിനൽ പോയിന്റ് കൃത്യമായി അവിടെ ഉണ്ടായിരിക്കണം. നോർമലി 50 സെൻറ്റിമീറ്റർ മുതൽ 10 മീറ്റർ വരെയുള്ള നീളമാണ് കേബിൾ സാമ്പിൾസ് ആയിട്ട് എടുക്കുന്നത്. ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടെസ്റ്റ് ഇറ്റ് ക്യാൻ വേരി. ഇനി ടെർമിനേഷൻസ് സാധാരണ ചെയ്യുമ്പോൾ അത് ദേ ആർ യൂഷ്വലി മെയ്ഡ് ബൈ ഷീൽഡിങ് ദ എൻഡ് കണ്ടക്ടർ വിത്ത് സ്ട്രെസ് ഷീൽഡ്സ് ആൻഡ് ടെർമിനേഷൻസ്. വേറൊന്നും കൊണ്ടല്ല, ഒരു കേബിളിൽ നമ്മളൊരു വിത്ത്സ്റ്റാൻഡ് ടെസ്റ്റോ മറ്റോ ചെയ്യുമ്പോൾ ഈ കേബിളിൻ്റെ ഒരു സൈഡിലുള്ള കേബിളിലെ 2 ടെർമിനേഷൻസ് കാണും, 2 സൈഡിൽ 2 ടെർമിനേഷൻ പോയിന്റ്സ് കാണും. അപ്പോൾ ഈ ടെർമിനേഷൻ പോയിന്റ്സിൽ ഒരിടത്തായിരിക്കും അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് എൻഡിലായിരിക്കും ഏറ്റവും കൂടുതൽ, ഈ ടെർമിനേഷൻ എൻഡ്സിലായിരിക്കും ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് സ്ട്രെസ്സുകൾ വരാൻ സാധ്യത. അപ്പോൾ ബിക്കോസ് ഓഫ് ദിസ് റീസൺ ആ ഇലക്ട്രിക് സ്ട്രെസ് കൂടുതൽ വരാൻ സാധ്യതയുള്ളത് കാരണം അവിടെ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഡിസ്ചാർജസ് ഉണ്ടാകാനും സാധ്യതയുണ്ട്. സോ ഇൻ ഓർഡർ ടു പ്രിവെന്റ് ദോസ്, പ്രോപ്പർ ഷീൽഡിംഗ് or proper electrical shielding has to be provided. ഇനി പവർ ഫാക്ടർ ടെസ്റ്റുകൾ നടത്തുമ്പോൾ the ends are provided with shields to avoid surface leakage currents from measuring devices. പവർ ഫാക്ടർ ടെസ്റ്റുകളിൽ സാധാരണ നമ്മൾ ചെയ്യുന്നത്
ഒരു വെരി ഹൈ വോൾട്ടേജ് ഒരു പർട്ടിക്കുലർ ടൈമിലത്തേക്ക് അപ്ലൈ ചെയ്തിട്ട് അതിൽ നിന്നുള്ള ലീക്കേജ് കറണ്ട് എത്രയാണെന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യും. അപ്പോൾ ഇത് തമ്മിലുള്ള ഫേസ് ഡിഫറൻസും മറ്റുമൊക്കെ വച്ചിട്ടാണ് നമുക്ക് എന്തുവാണ് പവർ ഫാക്ടർ, ദെൻ ടാൻ ഡെൽറ്റ എന്നീ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ ആ ലീക്കേജ് കറണ്ട് എത്രത്തോളമാണ് കേബിളിൽ ഉണ്ടാകുക എന്നുള്ളത് വളരെ ക്രൂഷ്യലാണ്. അപ്പോൾ ഈ ടെർമിനൽസ് പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, ഷീൽഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, ദർ ഇസ് എ ഹൈ ചാൻസ് ഫോർ ലീക്കേജ് കറണ്ട്സ് ത്രൂ ദി ടെർമിനേഷൻസ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ശരിക്കും കിട്ടേണ്ട കറണ്ടിനെക്കാട്ടി കൂടുതൽ റീഡിംഗ് കിട്ടുകയും നമ്മുടെ ടെസ്റ്റ് ഫെയിലാവുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. ഇത് ഒക്കെയാണ് പൊതുവെ കണ്ടുവരുന്ന ടെർമിനേഷൻസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ കണ്ടാൽ അറിയാം, ഇതൊരു കേബിളാണ്. കേബിളിൻ്റെ അറ്റത്ത് കണക്ഷൻ ടെർമിനേഷൻ കൊടുത്തേക്കുന്നതാണ്. കേബിൾ വരുന്നു, അവിടെ ഒരു പോസ്റ്റ് ലൈൻ ബുഷിംഗ് ഉണ്ട്, അകത്ത് പേപ്പർ ഇൻസുലേഷൻ, കേബിളിൻ്റെ ഇൻസുലേഷനാണ്, നടുക്ക് കണ്ടക്ടർ ഉണ്ട്. അപ്പോൾ ഇത് ഒരു തരത്തിലുള്ളതാണ്. ഇനി ഇലക്ട്രോഡ്സിലേക്ക് വരുമ്പോഴേക്കും ഹൈ വോൾട്ടേജ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് ഈ ഒരു ഷേപ്പിൽ ഈവൻലി ഹെമിസ്പെറിക്കൽ ആയിട്ടുള്ള ഷേപ്പിലായിരിക്കും ഹൈ വോൾട്ടേജ് ഇലക്ട്രോഡ് ഇരിക്കുക. വേറെ ഒന്നിനുമല്ല, ഇവിടെ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ഷാർപ്പ് എഡ്ജസ് ഒന്നും ഏതെങ്കിലും വന്നു കഴിഞ്ഞാൽ അവിടെ സ്ട്രെസ് കൂടുതലാകാൻ സാധ്യതയുണ്ട്, ലീക്കേജ് കറണ്ട്സും ഡിസ്ചാർജസും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഹൈ HV ഇലക്ട്രോഡ്സ് റൗണ്ടഡ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് എന്താണ്, ഒരു പോർസലൈൻ ബുഷിംഗ് വെച്ചിട്ടുള്ള ടെർമിനേഷനാണ്. കേബിള് വന്നിട്ട് ആ ബുഷിങ്ങിനകത്തൂടെ കയറി കണ്ടക്ടർ പുറത്തേക്ക് വരുന്നു. ഈ രീതിയിലുള്ള ടെർമിനേഷനാണ്. പലതരത്തിലുള്ള കേബിൾ ടെർമിനേഷനാണ്. ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി കാണിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇത് വരച്ച് പഠിക്കേണ്ട കാര്യമൊന്നും ഇല്ല. അപ്പോൾ ഇനി നമ്മൾ കേബിളിൻ്റെ ഇത് പ്രിപ്പയർ ചെയ്തു, സാമ്പിൾ പ്രിപ്പയർ ചെയ്തു. നൗ വി ആർ ഗോയിങ് ഫോർ വേരിയസ് ഇലക്ട്രിക്കൽ ടെസ്റ്റ്. ഫസ്റ്റ് വൺ ഈസ് ലോഡിംഗ് സൈക്കിൾ ടെസ്റ്റ്. ഇവിടെ ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ കേബിളിനെ അതിൻ്റെ 1.5 ഇരട്ടി വരെ ഉള്ള വർക്കിംഗ് വോൾട്ടേജ് ആണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. സോ ദ കേബിൾ ഈസ് നോർമലി എനർജൈസ്ഡ് അപ് ടു 1.5 ടൈംസ് ദാറ്റ് ഓഫ് ദി വർക്കിംഗ് വോൾട്ടേജ്. ഇനി എത്ര ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ ചെയ്യാൻ നോക്കാം. In the test loop consisting of the cable and its accessories, it is subjected to 20 load cycles. അതായത് 20 സൈക്കിൾസ് വരുന്ന രീതിയിൽ നമ്മൾ അപ്ലൈ ചെയ്യും. 1.5 ടൈംസ് ദ വർക്കിംഗ് വോൾട്ടേജ് വിൽ ബി അപ്ലൈഡ് വിത്ത് മിനിമം കണ്ടക്ടർ ടെമ്പറേച്ചർ 5 ഡിഗ്രി സെൽഷ്യസ് എക്സസ് ഓഫ് ദി ഡിസൈൻ വാല്യൂ. അതായത് ഒരു പർട്ടിക്കുലർ വോൾട്ടേജിൽ അല്ലെങ്കിൽ പർട്ടിക്കുലർ കറണ്ട് പാസ് ചെയ്ത് പോകുമ്പോൾ നോർമലി ഉണ്ടാകാൻ സാധ്യതയുള്ള ടെമ്പറേച്ചർ എത്രയാണെന്നുള്ളതൊക്കെ ഡേറ്റാ ഷീറ്റിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാകും. ആംബിയൻറ്റിൽ ഒരു സ്റ്റാൻഡേർഡ് ആംബിയന്റ് ടെമ്പറേച്ചറിൽ കേബിൾ എത്രത്തോളം ടെമ്പറേച്ചർ റൈസ് വരാം എന്നൊക്കെ ഉള്ളതുണ്ടാകും. അപ്പോൾ അതിന് വിത്ത് റെസ്പെക്ട് ടു 5% മാത്രം എക്സസ് വരുന്ന രീതിയിലാണ്, ടെമ്പറേച്ചർ എക്സസ് വരാൻ സാധ്യതയുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ അതിനകത്ത് നിൽക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിന് ഡിസൈൻ വാല്യൂവിനെക്കാട്ടിലും 5 ഡിഗ്രി സെൽഷ്യസ് എങ്കിലും മിനിമം ടെമ്പറേച്ചർ റൈസ് വരുന്ന രീതിയിൽ, അങ്ങനെയാണ് 20 ലോഡ് സൈക്കിൾസ് ആണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഒരു ലോഡ് സൈക്കിൾ എന്ന് പറയുന്നത് എന്തുവാണ്, 1.5 ടൈംസ് വർക്കിംഗ് വോൾട്ടേജ് വിൽ ബി അപ്ലൈഡ് ആൻഡ് 1 ലോഡ് സൈക്കിൾ വരുന്നതെന്ന് വെച്ചാൽ നോർമൽ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ സ്പെസിഫൈ ചെയ്യുന്നതിൻ്റെ 5 ഡിഗ്രി കൂടുതൽ വരുന്ന രീതിയിൽ നമ്മൾ കറണ്ട് ലോഡ് ചെയ്യും. ഇങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ അത് ഒരു ലോഡ് സൈക്കിൾ, അങ്ങനെ 20 ലോഡ് സൈക്കിളുകൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് ചെയ്യേണ്ടി വരും. ഈ 20 ലോഡ് സൈക്കിൾസും കഴിഞ്ഞാലും ആഫ്റ്റർ ദ ടെസ്റ്റ് ദ കേബിൾ ഷുഡ് നോട്ട് ഷോ എനി സൈൻ ഓഫ് ഡാമേജ്. If this case prevails, then we can say that it has passed the loading cycle test. Next is thermal stability test. സാധാരണ രീതിയിൽ ലോഡിംഗ് സൈക്കിൾ ടെസ്റ്റ് കഴിഞ്ഞതിന് ഇമ്മീഡിയറ്റ് ആയിട്ടാണ് തെർമൽ സ്റ്റെബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്നത്. ഇവിടെയും കേബിൾ എനർജൈസ് ചെയ്യുന്നത് 1.5 ടൈംസ് ദ റേറ്റഡ് വോൾട്ടേജ് ഓഫ് ദ കേബിൾ. ഓക്കെ, അത് 132 kV സംബന്ധിച്ചിടത്തോളം. ഇനി ഈ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് അല്ല ഇവിടെ, അത് വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് ഈ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ കുറയും.
വോൾട്ടേജ് കുറയുന്നതിനനുസരിച്ച് മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ കൂടാം. അപ്പോൾ 132 kVക്ക് 1.5 ആണ് മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ എങ്കിൽ അപ്ലൈ ചെയ്യേണ്ട വോൾട്ടേജിൻ്റെ ചിലപ്പോൾ 220 kV വരുമ്പോഴേക്കും 1.2 ആയിരിക്കാം, 400 kV വരുമ്പോഴേക്കും 1.1 ആയിരിക്കാം. ഇറ്റ് ക്യാൻ വേരി. അപ്പോൾ വോൾട്ടേജ് കൂടുമ്പോൾ, നോമിനൽ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് കൂടുമ്പോൾ അതിനനുസരിച്ച് മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ കുറഞ്ഞു വരണം. Then the load current is adjusted so that the temperature of the core is 5 degrees Celsius in excess of the design value. 1.5 times the rated voltage apply ചെയ്തതിന് ശേഷം ലോഡ് കറണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും ഇൻ സച്ച് എ വേ ദാറ്റ് നോർമൽ ഡിസൈൻ വാല്യൂവിലുള്ള കോർ ടെമ്പറേച്ചർ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാകും ഇൻ ദി മാനുഫാക്ചറേഴ്സ് ഡേറ്റ ഷീറ്റ്. അതിൻ്റെ 5 ഡിഗ്രി സെൽഷ്യസ് കൂടുതലുള്ള വാല്യൂവിൽ സെറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ലോഡ് കറണ്ട് അഡ്ജസ്റ്റ് ചെയ്യും. ഇനി ഇങ്ങനെ എത്ര നേരം ഹോൾഡ് ചെയ്യും? ഇത് 6 മണിക്കൂറത്തേക്ക് കേബിളിനെ ഈ ടെസ്റ്റിംഗ് പാറ്റേണിൽ നിർത്തിയിരിക്കും. ആൻഡ് കേബിൾ ഈസ് സെറ്റ് ടു ഹാവ് പാസ്ഡ് ദ ടെസ്റ്റ് ഇഫ് ഇറ്റ് വിത്ത്സ്റ്റാൻഡ്സ് ദ സെയിം ഫോർ മോർ ദാൻ 6 hours or at least 6 hours. So that is thermal stability test. Basically ലോഡിംഗ് സൈക്കിൾ ടെസ്റ്റും തെർമൽ സ്റ്റെബിലിറ്റി ടെസ്റ്റും ഏറെക്കുറെ ഒരുപോലെ തന്നെയാണ്. ഓൺലി ഡിഫറൻസ് ഈസ് ഇവിടെ നമ്മൾ ലോഡിംഗ് സൈക്കിൾ ടെസ്റ്റിൽ ഒത്തിരി നേരം നമ്മൾ എനർജൈസ് ചെയ്ത് നിർത്തുന്നില്ല, പക്ഷേ തെർമൽ സ്റ്റെബിലിറ്റിയിൽ കണ്ടിന്യൂസ്ലി 6 hours എങ്കിലും നമ്മൾ കേബിളിനെ എനർജൈസ് ചെയ്ത് നിർത്താറുണ്ട്. നെക്സ്റ്റ് ഈസ് ഡയലക്ട്രിക് തെർമൽ റെസിസ്റ്റൻസ് ടെസ്റ്റ്. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈസ് EMF ഡിവൈഡഡ് ബൈ ദി flow of current or the difference in the force to the flow of electrons in case of electricity and whatever is being flown അതിനനുസരിച്ച് ഈ ഡിനോമിനേറ്റർ ടേം വേരി ചെയ്യാം. അപ്പോൾ തെർമൽ റെസിസ്റ്റൻസ് ഓഫ് എ കേബിൾ സാമ്പിൾ എന്ന് പറയുന്നത് it is the ratio of temperature difference between the core and sheath of the cable and heat flow in unit time from the cable. Normally it is mentioned or measured in thermal ohms. So thermal resistance is difference in temperature divided by heat flowing in unit time. So the heat flowing is nothing but energy. Energy per unit time is power. So you can rewrite this as temperature rise delta theta divided by watts dissipated or the power dissipated P. So delta theta by P is termed as thermal resistance. Remember, thermal resistance and electrical resistance are not the same. Thermal resistance is merely showing the thermal properties of the cable. ഇനി ഡയലക്ട്രിക് തെർമൽ റെസിസ്റ്റൻസ് ഓരോ തരത്തിലുള്ള കേബിളിനും, ഓരോ വോൾട്ടേജ് ലെവലിലുള്ള കേബിളിനും, ഓരോ ഇൻസുലേഷൻ മാറുന്നതിനനുസരിച്ചുള്ള കേബിളിനും അത് മാനുഫാക്ചറർ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാകും. ആ ലിമിറ്റിനകത്ത് തന്നെ ആയിരിക്കണം നമ്മുടെ തെർമൽ റെസിസ്റ്റൻസ് വരേണ്ടത്. നെക്സ്റ്റ് ഈസ് ഡയലക്ട്രിക് പവർ ഫാക്ടർ ടെസ്റ്റ്. അപ്പോൾ ഇവിടെ ടാൻ ഡെൽറ്റ ടെസ്റ്റും മറ്റുമൊക്കെ നടത്തുന്നത് ഇതിനിടയിലാണ്. ബേസിക്കലി ഡയലക്ട്രിക് പവർ ഫാക്ടർ ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത് കപ്പാസിറ്ററുകളിലാണ്. അപ്പോൾ കപ്പാസിറ്ററിൻ്റെ ഡയലക്ട്രിക് പവർ ഫാക്ടർ ടെസ്റ്റ് നിങ്ങൾ മെഷർമെൻറ്റ്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷനിൽ പഠിച്ചിട്ടുണ്ടാകും. അവിടെ ഷെറിങ്സ് ബ്രിഡ്ജാണ് നമ്മൾ ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇവിടെയും എക്സാക്ട് സെയിം തിങ്. ഓൺലി ഡിഫറൻസ് ഇസ് ഇൻസ്റ്റെഡ് ഓഫ് നോർമൽ ഷെറിങ്സ് ബ്രിഡ്ജ് വി വിൽ ബി ഗോയിങ് ഫോർ എ ഹൈ വോൾട്ടേജ് ഷെറിങ്സ് ബ്രിഡ്ജ്. ഹൈ വോൾട്ടേജ് ഷെറിങ് ബ്രിഡ്ജ് വരുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബ്രിഡ്ജ് സർക്യൂട്ടിൽ ഒത്തിരി കണക്ഷൻസ് വരും. അപ്പോൾ ഈ കണക്ഷൻസ് എല്ലാം പ്രോപ്പർലി ഷീൽഡഡ് ആയിരിക്കണം. ഷീൽഡഡ് അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ബെൻഡഡ് കണക്ഷൻസ് ഒക്കെ വരുന്ന കേസിൽ ആ ബെൻസും മറ്റ് കണക്ഷൻ ജോയിൻസും ഒക്കെ വരുന്ന സമയത്ത് അവിടെ എന്താണ് പ്രോപ്പറായിട്ട് ഷീൽഡഡ് അല്ല എന്നുണ്ടെങ്കിൽ ലീക്കേജ് കറൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, വിച്ച് വിൽ അഡ്വേഴ്സ്ലി അഫക്ട് ദിസ് ടെസ്റ്റ്. സോ ഇവിടെ ശരിക്കും പവർ ഫാക്ടർ അല്ലെങ്കിൽ ഡെസിപ്പേഷൻ ഫാക്ടർ, ദാറ്റ് ഇസ് ടാൻ ഡെൽറ്റ, ഈസ് മെഷേർഡ് ഫോർ ഡിഫറെന്റ് വാല്യൂസ് ഓഫ് വോൾട്ടേജസ്. 0.5 times the voltage, rated voltage, 1.5 times the rated voltage, then 2 times the rated voltage. അങ്ങനെ പല
വാല്യൂസ് ഓഫ് വോൾട്ടേജസിന് നമ്മൾ ഒന്നുകിൽ കേബിളിൻ്റെ പവർ ഫാക്ടർ, ഇലക്ട്രിക് പവർ ഫാക്ടർ ഓർ ദ ഡെസിപ്പേഷൻ ഫാക്ടർ. നോർമലി നമ്മൾ ഡെസിപ്പേഷൻ ഫാക്ടറിനായിരിക്കും പോകുന്നത്, ആണ് മെഷർ ചെയ്യുന്നത്. ദെൻ മാക്സിമം പി എഫ് അറ്റ് നോർമൽ വർക്കിംഗ് വോൾട്ടേജ് ഷാൾ നോട്ട് എക്സീഡ് ദ സ്പെസിഫൈഡ് വാല്യൂ. അതായത് കേബിളിൻ്റെ ഡാറ്റാ ഷീറ്റിൽ ഒരു പവർ ഫാക്ടർ, കേബിളിൻ്റെ പവർ ഫാക്ടർ സ്പെസിഫൈ ചെയ്തെങ്കിൽ കേബിൾ പവർ ഫാക്ടറിനെ സ്പെസിഫൈ ചെയ്തേക്കുന്ന വാല്യൂവിനെക്കാട്ടിലും കൂടുതൽ പോകാൻ പാടില്ല. യൂഷ്വലി 0.01ൻ്റെ അറൗണ്ട് റേഞ്ചിലായിരിക്കും വരുന്നത്. അത് ഏതെല്ലാം ടെമ്പറേച്ചേഴ്സിലെന്ന് കൂടെ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. അറ്റ് സീരീസ് ഓഫ് ടെമ്പറേച്ചേഴ്സ് റേഞ്ചിങ് ഫ്രം 15 ഡിഗ്രി ടു 65 ഡിഗ്രി. ദെൻ ഈ മാക്സിമം പവർ ഫാക്ടർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, പവർ ഫാക്ടർ മാക്സിമം പവർ ഫാക്ടർ ഷാൾ നോട്ട് എക്സീഡ് എന്നാണ് പറയുന്നത്. അപ്പം 15 ഡിഗ്രിയിലുള്ള പവർ ഫാക്ടർ ആയിരിക്കണമെന്നില്ല 65 ഡിഗ്രിയിലുള്ള പവർ ഫാക്ടർ. വേരിയേഷൻസ് വരാം. ഇനി ഡിഫറൻസ് ഇൻ പവർ ഫാക്ടർ ബിറ്റ്വീൻ ദ റേറ്റഡ് ആൻഡ് 1.5 ടൈംസ് ദ റേറ്റഡ് വോൾട്ടേജ്, റേറ്റഡ് ആൻഡ് 2 ടൈംസ് ദ റേറ്റഡ് വോൾട്ടേജ് ഷാൾ നോട്ട് എക്സീഡ് ദ സ്പെസിഫൈഡ് വാല്യൂ. അതും നമ്മുടെ കേബിളിൻ്റെ ഡേറ്റാ ഷീറ്റിൽ മാനുഫാക്ചറർ പറഞ്ഞിരിക്കും. നെക്സ്റ്റ് ഈസ് ലൈഫ് എക്സ്പെക്റ്റൻസി ടെസ്റ്റ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ആക്സലറേറ്റഡ് ലൈഫ് ടെസ്റ്റ് ആണ്. അതായത് ഒരു കേബിള് ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് സ്ട്രെസ് എത്ര വർഷത്തേക്ക് സേഫായിട്ട് ഹാൻഡിൽ ചെയ്യും, അതായത് ആ കേബിളിൻ്റെ എക്സ്പെക്റ്റഡ് ലൈഫ് എത്രയാണ് എന്നുള്ളത് നമുക്ക് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ലൈഫ് എക്സ്പെക്റ്റൻസി ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ദിസ് ഈസ് ആക്ച്വലി എ ആക്സലറേറ്റഡ് ലൈഫ് ടെസ്റ്റ്. So here what we are doing is we are subjecting the cable to a voltage stress higher than the normal working voltage. It might be much higher. Then we have a relation between the expected life of cable and voltage stress, which is given by EM equals KT raised to minus 1 by N, where EM is the voltage stress applied, K is a constant which depends upon field conditions of the material, and N is the life index of the material. So സാധാരണ എന്താണ് ആക്സിലറേറ്റഡ് ലൈഫ് ടെസ്റ്റ് എന്നാണ് പറയുന്നതെങ്കിലും ഇത് by conducting long duration life stress at increased stress, the expected life at rated stress may be determined. അപ്പോൾ എത്ര സമയത്തേക്കാണ് നമ്മളിത് കണ്ടക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ 1 മണിക്കൂർ മുതൽ ചില കേസസിൽ 1000 മണിക്കൂർ വരെ ടെസ്റ്റ് നീളാറുണ്ട്. So that is life expectancy test. അതായത് basic principle is simple. For as per this equation, if you increase the E, then obviously your N should decrease. അപ്പോൾ അതിനനുസരിച്ച് ആദ്യം നമ്മൾ ഈ ഇൻക്രീസ് ചെയ്ത വാല്യൂവിന് എന്നിൻ്റെ വാല്യൂ എത്രയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത്രയും കാൽക്കുലേറ്റഡ് വാല്യൂ വരെ കേബിൾ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ എന്താണ് നോർമൽ ലെവലിൽ കേബിള് എത്രത്തോളം വിത്ത്സ്റ്റാൻഡ് ചെയ്യും എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് ബീയിങ് നോട്ട് എൻ, ടി ആണ് കണ്ടുപിടിക്കുന്നത്. ടി ഈസ് ദ ടൈം പീരിയഡ്. സോ അത് നോർമൽ വർക്കിംഗ് വോൾട്ടേജ് ആണെങ്കിൽ ടി എത്രയാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എൻ ഈസ് ദി ലൈഫ് ഇൻഡെക്സ് വിച്ച് ഈസ് ഡിപ്പെൻഡിങ് upon ദ മെറ്റീരിയൽ. കെ എന്ന് പറയുന്നൊരു കോൺസ്റ്റന്റ് ആണ്. സോ ഇഫ് യു ടേക്ക് എ റേഷ്യോ EM1 by EM2, that will be T1 by T2 the whole raised to minus 1 by N. You have a relation. If you have the data of T and E with respect to a higher voltage, then as per the nominal voltage, you can easily find the expected life. ഇനിയുള്ളത് പവർ ഫ്രീക്വൻസി ഇമ്പൾസ് ടെസ്റ്റിംഗ് ആൻഡ് പാർഷ്യൽ ഡിസ്ചാർജ്. പവർ ഫ്രീക്വൻസി വിത്ത്സ്റ്റാൻഡ് ടെസ്റ്റ് ആണ് ആദ്യം. സാധാരണ രീതിയിൽ ഈവൻ ദോ ഇറ്റ് ഇസ് പവർ ഫ്രീക്വൻസി, നമ്മൾ പവർ ഫ്രീക്വൻസി AC വോൾട്ടേജും DC വോൾട്ടേജിലും കേബിൾ ടെസ്റ്റ് ചെയ്യാറുണ്ട്. The entire cable is subjected to rated and higher voltage to check for continuity of the cable. That is to be done first. ഇനി ഇത് ശരിക്കും നമുക്ക് റുട്ടീനായിട്ട് നടത്തേണ്ട ടെസ്റ്റാണ് പവർ ഫ്രീക്വൻസി AC ടെസ്റ്റ് എന്ന് പറയുന്നത്. ഈ റുട്ടീൻ ടെസ്റ്റുകൾ 2 തവണയാണ് നടത്തുന്നത്. ഒന്ന് 2.5 ടൈംസ് ദി വർക്കിംഗ് വോൾട്ടേജ് വിൽ ബി അപ്ലൈഡ് ഫോർ 10 minutes and 1.8 times the DC voltage of negative polarity will be applied for 30 minutes. അപ്പോൾ ആദ്യം
വർക്കിംഗ് വോൾട്ടേജിൻ്റെ 2.5 ഇരട്ടി വരുന്ന എ സി വോൾട്ടേജ് 10 മിനിറ്റത്തേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം അത് റിമൂവ് ചെയ്തതിന് ശേഷം വർക്കിംഗ് വോൾട്ടേജിൻ്റെ 1.8 ടൈംസ് വരുന്ന ഡി സി വോൾട്ടേജ് വിത്ത് നെഗറ്റീവ് പൊളാരിറ്റി വിൽ ബി അപ്ലൈഡ് ഫോർ 30 മിനിറ്റ്സ്. സോ ദിസ് ഈസ് ഹൗ ദിസ് പവർ ഫ്രീക്വൻസി വിത്ത്സ്റ്റാൻഡ് ടെസ്റ്റ് ഈസ് ബീയിങ് carried out. ഇനി ഇത്രയും ടെസ്റ്റ് എല്ലാം ചെയ്തതിന് ശേഷവും ഇഫ് ദി കേബിൾ ഈസ് said to have very good insulation properties, then we can say that the cable has passed the test. Next is impulse withstand test. ഇവിടെ 5 പോസിറ്റീവ് ഇമ്പൾസസും 5 നെഗറ്റീവ് ഇമ്പൾസ് വോൾട്ടേജസും ആസ് പെർ ദ പ്രിസ്ക്രൈബ്ഡ് മാഗ്നിറ്റ്യൂഡ് വിൽ ബി അപ്ലൈഡ്. 10 പോസിറ്റീവ് ഇമ്പൾസസും 10 നെഗറ്റീവ് ഇമ്പൾസസും പ്രിസ്ക്രൈബ്ഡ് മാഗ്നിറ്റ്യൂഡിലുള്ള 10 പോസിറ്റീവും 10 നെഗറ്റീവ് ഇമ്പൾസ് വോൾട്ടേജസും കേബിളിൽ അപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. അതിൽ 5 ആപ്ലിക്കേഷൻ എങ്കിലും ഡാമേജ് ഇല്ലാതെ കേബിൾ വിത്ത്സ്റ്റാൻഡ് ചെയ്തിരിക്കണം. നോർമലി ഇമ്പൾസ് വോൾട്ടേജ് ടെസ്റ്റിന് ശേഷം പവർ ഫ്രീക്വൻസി ഡയലക്ട്രിക് പവർ ഫാക്ടർ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാറുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ ഡയലക്ട്രിക് പവർ ഫാക്ടർ ടെസ്റ്റിൽ നമുക്ക് ഡയലക്ട്രിക് പവർ ഫാക്ടർ കൂടി വരികയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് there is some resistance path, leakage path inside and some void has formed എന്ന് നമുക്ക് മനസ്സിലാക്കാം. ടാൻ ഡെൽറ്റ ടെസ്റ്റ് മറ്റൊക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് അകത്ത് എന്തെങ്കിലും ഇൻസുലേഷൻ ഫെയിലിയർ ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഇൻസുലേഷൻ ഫെയിലിയർ വരാൻ സാധ്യത ഇമ്പൾസ് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ്. അതുകൊണ്ട് ഇമ്പൾസ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം പവർ ഫ്രീക്വൻസി ഡയലക്ട്രിക് പവർ ഫാക്ടർ ടെസ്റ്റ് ചെയ്യുന്നത് സർവ്വസാധാരണമാണ്. So as to ensure that no failure has occurred during the impulse test, because impulse test ഒരു ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ ഒരു ഇന്റേണൽ ഫെയിലിയർ, പാർഷ്യൽ ഇന്റേണൽ ഫെയിലിയർ, പാർഷ്യൽ ഡിസ്ചാർജസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് വിസിബിലി പുറത്തറിയാൻ പറ്റില്ല, അത് ഇമ്മീഡിയറ്റ്ലിയും അറിയാൻ പറ്റില്ല. ഈ കേബിൾ കുറച്ച് നാൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇതിൻ്റെ ഇൻസുലേഷൻ ഫെയിലായി പോകും. അപ്പോൾ അത് പാർഷ്യൽ ഡിസ്ചാർജസ് എന്ന് പറയുന്ന ഒരു ഫിനോമിനൻ ഉണ്ട്. അതായത് കേബിളിനകത്ത് ഒരു എക്സ് തിക്നെസ്സിലുള്ള ഇൻസുലേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ എക്സ് തിക്നെസ്സും സ്റ്റേബിളായിട്ട് നിൽക്കില്ല, പകരം അതിന് ഇടയ്ക്കുള്ള ഒരു ചെറിയ പോർഷൻ ചിലപ്പോൾ ഒരു ഇൻസുലേഷൻ ഫെയിലിയർ വരാം. ത്രൂ ഔട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ സീ ദാറ്റ് ദർ ഇസ് എ സ്ലൈറ്റ് പോർഷൻ അക്രോസ് ദി ഇൻസുലേഷൻ വിച്ച് ഈസ് ഫെയിൽഡ്. പക്ഷെ അത് നമ്മൾ ഇമ്മീഡിയറ്റ്ലി നമ്മളത് യൂസ് ചെയ്യുമ്പോൾ പ്രശ്നമൊന്നും വരില്ല. ബട്ട് ആസ് ടൈം പ്രോഗ്രസസ് ഈ ഒരു വോയിഡിൽ കൂടി ഡിസ്ചാർജ് സംഭവിക്കുകയും അതിനകത്ത് ടെമ്പറേച്ചർ ബിൽഡപ്പ് ആവുകയും ദറ്റ് വിൽ റിസൾട്ട് ഇൻ ഡിറ്റീറിയറേഷൻ ഓഫ് ദി സറൗണ്ടിങ് മെറ്റീരിയൽസ് ഇൻസുലേഷൻ ഓൾസോ, വിച്ച് വിൽ ഇവൻച്വലി റിസൾട്ട് ഇൻ ദി ഫെയിലിയർ ഓഫ് ദ കേബിൾ. സോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇമ്പൾസ് ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡയലക്ട്രിക് പവർ ഫാക്ടർ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. സോ ദാറ്റ് ഇഫ് ഡയലക്ട്രിക് പവർ ഫാക്ടർ ടെസ്റ്റ് ഈസ് കണ്ടക്റ്റഡ്, we will get an idea whether there are any partial discharges occurring inside the cable. Next is partial discharge test. ഞാൻ പറഞ്ഞു ഇന്റേണൽ ഡിസ്ചാർജസ് മെഷർ ചെയ്യാനാണ് പാർഷ്യൽ ഡിസ്ചാർജസ് ടെസ്റ്റ് ചെയ്യുന്നത്. എക്സ്റ്റേണൽ ഡിസ്ചാർജസ് നമുക്ക് വിസിബിളി കണ്ടാൽ മനസ്സിലാകും, അല്ലെങ്കിൽ സൗണ്ട് കേട്ടോ മറ്റോ ഒക്കെ കൊണ്ട് മനസ്സിലാക്കാം. പക്ഷെ ഇന്റേണൽ ഡിസ്ചാർജസ് നമുക്ക് ശബ്ദം കൊണ്ടോ കാഴ്ച കൊണ്ടോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. നമുക്ക് കേബിൾ കീറി നോക്കാനും പറ്റില്ല. കാരണം ഈ ഡിസ്ചാർജ്, ഇന്റേണൽ ഡിസ്ചാർജ് എവിടെയാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് നമുക്ക് തീരുമാനിക്കുക അല്ലെങ്കിൽ കണ്ടുപിടിക്കുക ബുദ്ധിമുട്ടായിരിക്കും. സോ എന്നാൽ ഇത് ആ ഡിസ്ചാർജ് അവിടെ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരു വോയിഡ് ക്രിയേറ്റ് ആയിട്ടുണ്ടോ എന്ന് നമുക്ക് ഇലക്ട്രിക്കലി ചില ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ആൻഡ് ദി മെത്തേഡ് ഓഫ് ഡിറ്റർമിനിങ് ദീസ് ഇന്റേണൽ ഡിസ്ചാർജസ് ഈസ് ഡൺ ബൈ യൂസിങ് പാർഷ്യൽ ഡിസ്ചാർജ് ടെസ്റ്റ്. പാർഷ്യൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത് ഈസ് എൻ ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് ഓർ സ്പാർക്ക് ദാറ്റ് ബ്രിഡ്ജസ് എ സ്മാൾ പോർഷൻ ഓഫ് ദി ഇൻസുലേഷൻ ബിറ്റ്വീൻ ദ ഇലക്ട്രോഡ്സ്. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത് ഒരു കേബിളിന്റെ ഇക്വലന്റ് നെറ്റ്വർക്ക് ആണെന്ന് വിചാരിക്കുക. ദിസ് കേബിൾ ഈസ് റെപ്രസെന്റഡ് ബൈ സീരീസ് ആർ ആൻഡ് എൽ ആൻഡ് പാരലൽ സി കപ്പാസിറ്റൻസ്. ഒരു പർട്ടിക്കുലർ പോർഷനിൽ ഈ കപ്പാസിറ്റൻസിന് അക്രോസ് ആയിട്ട് ഒരു വോയിഡ് ഫോം ചെയ്യുകയാണ്. ഇൻ സച്ച് എ വേ ദാറ്റ് when the voltage exceeds certain value, ഈ കപ്പാസിറ്റൻസ് വിൽ ഹോൾഡ്, പക്ഷേ ഈ വോയിഡിൽ വഴി അല്ലെങ്കിൽ ഈ ഒരു ടെർമിനേഷൻ വഴി there is a chance for
എന്താണ് bypassing. So ഈ ഒരു പോയിന്റ് വിൽ ബി ദ വീക്കസ്റ്റ് പോയിന്റ്. ഇത് നമ്മൾ എന്താണ് ഈ ഒരു ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിലും കേബിൾ നമ്മൾ കമ്മീഷൻ ചെയ്ത് കഴിയുമ്പോൾ ഇമ്മീഡിയറ്റ്ലി ഒന്നും കേബിൾ ഫെയിൽ ആവില്ല. പക്ഷേ മേ ബി ആഫ്റ്റർ സം ടൈം, മേ ബി 6 months or 1 year or 2 year കഴിയുമ്പോൾ ഇവൻച്വലി ദ കേബിൾ വിൽ ഫെയിൽ. സോ ഇത് സാധാരണ രീതിയിൽ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് വി വിൽ കണക്ട് എ ഡിറ്റക്ടർ ത്രൂ എ കപ്ലിംഗ് കപ്പാസിറ്റർ ലൈക്ക് ദിസ്. എന്നിട്ട് ഇവിടെ ഒരു ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്യും. ഇനി ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ ഇതാണ് ഇത് ട്രാവലിംഗ് വേവ്സിൻ്റെ പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് ഈ ഒരു ടെസ്റ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ട്രാൻസ്മിറ്റഡ് വേവും റിഫ്ലക്റ്റഡ് വേവും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അതൊരു ഡിറ്റക്ടർ സർക്യൂട്ടിലേക്ക് നമ്മൾ കൊണ്ടുവരികയും അത് എത്രത്തോളം ഡിഫറൻസ് ഉണ്ട്, അതായത് ട്രാൻസ്മിറ്റഡ് വേവിനും റിഫ്ലക്റ്റഡ് വേവിനും തമ്മിൽ എത്രത്തോളം ടൈം ഡിഫറൻസ് ഉണ്ടെന്നുള്ളത് വെച്ചിട്ട് നമുക്ക് അതിനകത്ത് പാർഷ്യൽ ഡിസ്ചാർജസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇപ്പോൾ റിഫ്ലക്റ്റഡ് വേവും ട്രാൻസ്മിറ്റഡ് വേവും എന്താണ് ഒരേ സമയം തന്നെയാണ് എടുക്കുന്നത്. അതായത് ട്രാൻസ്മിറ്റഡ് വേവിന് എടുക്കുന്ന സമയം തന്നെയാണ് റിഫ്ലക്റ്റഡ് വേവിന് എടുക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ദർ ഈസ് നോ ഇഷ്യൂ. സോ ഇഫ് ദർ ഈസ് എൻ ഇഷ്യൂ, ട്രാൻസ്മിറ്റഡ് വേവ് പോയിട്ട് തിരിച്ചു വരാൻ എടുക്കുന്ന സമയത്തിനെക്കാട്ടി പെട്ടെന്ന് നമ്മുടെ റിഫ്ലക്റ്റഡ് വേവിന് തിരിച്ചു വരാം. അപ്പോൾ ഇതെല്ലാം നമുക്ക് മനസ്സിലാകുന്നത് ഈ ആർ ബൈ വിഷ്വലൈസിങ് സെർട്ടൺ സ്പൈക്സ് ഇൻ യുവർ ഡിറ്റക്ടർ സർക്യൂട്ട്. അപ്പോൾ ഈ ടൈം പീരീഡ് വെച്ചിട്ട് അല്ലെങ്കിൽ ഡിറ്റക്ട് ചെയ്യുന്ന സിഗ്നൽസിൻ്റെ ടൈം പീരീഡ് വെച്ചിട്ടാണ് നമ്മൾ ഇതിനകത്ത് പാർഷ്യൽ ഡിസ്ചാർജ് ഉണ്ടോ ഇല്ലയോ, ഉണ്ടെങ്കിൽ തന്നെ അത് ഉദ്ദേശം ഏത് സ്ഥലത്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ചെല്ലാം മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡൈഇലക്ട്രിക് ടെസ്റ്റിംഗ് ഓഫ് കേബിൾസിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇത് ഹൈ വോൾട്ടേജ് എഞ്ചിനീയറിംഗ് SY ഇലക്ട്രിക്കലിൽ നിങ്ങൾ ഇലക്ടീവായിട്ട് പഠിച്ച ഹൈ വോൾട്ടേജ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ടെക്സ്റ്റിനകത്ത് ഓൾറെഡി കാമരാജു ആൻഡ് നായിഡുവിനകത്ത് ഓൾറെഡി എക്സ്പ്ലെയിൻഡ് ആയിട്ടുണ്ട്. സോ ലെറ്റ് മീ സീ ഇഫ് ഐ ക്യാൻ ഗെറ്റ് ദി കോപ്പി ഓഫ് ദി മെറ്റീരിയൽ. ഇഫ് സോ ഐ ക്യാൻ ഷെയർ ഇറ്റ് വിത്ത് യു. റെഡിലി എൻ്റെ കയ്യിൽ അവൈലബിൾ അല്ല, കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരാം. സോ ദാറ്റ്സ് ഓൾ റിഗാർഡിംഗ് ടെസ്റ്റിംഗ് ഓഫ് cables.